തിരുവനന്തപുരം വർക്കലയിൽ സൂര്യാഘാതമേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എടവ വെൺകുളം സ്വദേശി ഷൈനാണ് മരിച്ചത്. വിവിധയിടങ്ങളിലായി 3 പേർക്ക് സൂര്യാതപമേറ്റു. കഠിന ചൂടിന് ആശ്വാസമായി കൊല്ലം ജില്ലയിൽ വേനൽ മഴയെത്തി. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് ഒരാൾ കൂടി മരിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ സൂര്യാഘാതമേറ്റ് ചികിത്സയിലിരുന്ന ഇടവ വെൺകുളം സ്വദേശി ഷൈനാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. 18-ാം തീയതി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ഇയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സംസ്ഥാനത്ത് 3 പേർക്ക് കൂടി ഇന്ന് സൂര്യാതാപമേറ്റു. പാലക്കാട് ജില്ലയിൽ 12 വയസ്സുകാരനായ ദീക്ഷിതിനും, കണ്ണൂരിൽ കാഞ്ഞിരക്കൊല്ലിയിൽ കൊട്ടാടിക്കവല സ്വദേശി അബിൻ ജോസിനും, കൊല്ലത്ത് 10 വയസ്സുകാരൻ ദേവനന്ദനുമാണ് സൂര്യാതാപമേറ്റത്. ഇന്ന് പാലക്കാട് ജില്ലയിൽ 39.9 ഡിഗ്രിയും കൊല്ലത്ത് 37.6 ഡിഗ്രിയും താപനില രേഖപ്പെടുത്തി. എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ സെൽഷ്യസ് താപനില ഉയരാനാണ് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഉയർന്ന അൾട്രാവയലറ്റ് തോത് രേഖപ്പെടുത്തിയതിനാൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത ചൂടിന് ആശ്വാസമായി കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വേനൽ മഴയെത്തി. മറ്റന്നാൾ മുതൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് ആദ്യവാരം മുതൽ സംസ്ഥാനത്ത് വേനൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. മീഡിയ 1 തിരുവനന്തപുരം.